ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ നമ്മൾ ഒരു 5100 കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. എടുത്തപ്പം ഒരു നെഗറ്റീവിലാണ്, ചെറിയൊരു ഗ്രീനും കാണിക്കുന്നുണ്ട്. നോക്കാം മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നുവെന്ന്. അധികം നെഗറ്റീവിലോട്ട് കാണിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കാം. വീണ്ടും മൈനസ് അത്യാവശ്യം കൂടുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം ട്രേഡേഴ്സ്, നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിടാം. 417 418 നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഹൈ വോളറ്റിലിറ്റി ആണ്. എൻ്റെ ഒരു കൺവിക്ഷൻ വെച്ചിട്ട് മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യുമെന്ന് വിചാരിച്ചാണ് ഞാൻ നമ്മുടെ ട്രേഡിൽ കോൾ സൈഡ് എൻട്രി എടുത്തത്. 120 ക്വാണ്ടിറ്റിയാണ് എടുത്തത്. നമുക്കൊരു ആവറേജ് ബൈയിങ് പ്രൈസ് 455.48 കിട്ടിയത്. ഇപ്പം മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് താഴോട്ട് വരുവാണെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിലും വേറൊരു ഓപ്പർച്യൂണിറ്റിയോ വേറെ തിരിച്ച് വീണ്ടും വന്ന് നമ്മളുടെ ലൈനിനെ വല്ലതും ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡും കൂടെ നമുക്ക് എടുക്കാം. 1-2 ഓക്കെ, കുഴപ്പമില്ല. ഒരു 5000 വരെ നമുക്കൊരു ലോസ് ബെയറബിൾ ആണ്. ഇപ്പം ഇതിലിപ്പം ലോസ് വന്നാൽ 38 ഇൻറ്റു എത്ര ക്വാണ്ടിറ്റി 120, ഒരു 4000 സംതിങ്ങിൻ്റെ ലോസ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡോ കൂടെ നോക്കാം. ഇപ്പോൾ നമുക്ക് എഗനിസ്റ്റായിട്ടാണ് മാർക്കറ്റ് റൺ ചെയ്യുന്നത്. പിന്നെ 2 ദിവസത്തെ ഹോളിഡേ ഉണ്ടായിരുന്നു. സോ മാർക്കറ്റ് അതിനെയും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാനൊരു അപ്പ് സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡൊക്കെ മൂവ് ചെയ്യേണ്ടതും കൂടിയാണ്. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ CPRനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ R1 റെസിസ്റ്റൻസിനെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു അപ്പ് സൈഡ് മൊമെൻറ്റമാണ് എനിക്ക് തോന്നുന്നത്. കാരണം മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഒരു അപ്പ് സൈഡ് മൂവാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുഴപ്പമില്ല. ഏകദേശം ഒരു 3000 ലോസ് ഇപ്പോൾ കാണിക്കുന്നുണ്ട് നമുക്ക്. ട്രേഡേഴ്സ് മാർക്കറ്റ് താഴത്തോട്ട് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്രേഡ് എടുക്കാനുള്ള റീസൺ വളരെ സിമ്പിളാണ്. നമ്മുടെ ലൈൻ ഡ്രോ ചെയ്ത് വെച്ചു. ലൈനിലെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് അവിടെ വന്ന് റീടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. പക്ഷേ അവിടെ നിന്ന് തന്നെ റിവേഴ്സായി നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഞാൻ ഒരു ട്രേഡിൽ കൂടെ എൻട്രി ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. മാർക്കറ്റ് തിരിച്ച് അവിടെ നിന്ന് വരാൻ തുടങ്ങിയപ്പോൾ പക്ഷേ ഞാൻ ട്രേഡിൽ എൻട്രി എടുത്ത് കഴിഞ്ഞിട്ടാണ് കണ്ടത്. ലൈനൊന്ന് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തിട്ട് എടുത്താൽ മതിയായിരുന്നു. അവിടുന്ന് അപ്പോൾ തന്നെ റിജക്ഷനും കാണിക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് റിജക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രേഡ് കോസ്റ്റിൽ തന്നെ വച്ച് എക്സിറ്റ് ചെയ്യാമെന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇച്ചിരി അഗ്രസീവ് ട്രേഡ് ആയിപ്പോയി. ഞാൻ ആ ലൈനിൻ്റെ ക്ലോസിന് തൊട്ട് മുന്നേ തന്നെ അല്ല തിരിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാൻഡിലിൻ്റെ ലോയിൽ വെച്ച് കൊടുക്കാം, സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങാം. നമ്മളുടെ കോസ്റ്റിന് മേളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അത്യാവശ്യം റൈറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഞാൻ ട്രെയിൽ ചെയ്ത് നമുക്ക് നമ്മുടെ എൻട്രി പോയിന്റിൽ തന്നെ കൊണ്ട് വയ്ക്കാമെന്ന് തോന്നുന്നു ട്രേഡേഴ്സ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രേഡിലുണ്ടായിരുന്ന ലോസ് മാത്രമേ നമുക്ക് പിന്നെയും വരുള്ളൂ. കാരണം ഇത് ഇച്ചിരി അഗ്രസീവ് ട്രേഡായിപ്പോയി. ക്യാൻഡിലിൻ്റെ ക്ലോസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണമായിരുന്നു. അത് ഞാൻ വെയിറ്റ് ചെയ്യില്ല. ഇപ്പോൾ ഒരു നമുക്ക് ഫേവറായിട്ട് അത്യാവശ്യം മൂവ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ എൻട്രി പോയിന്റിൽ തന്നെ കൊണ്ട് വച്ചേക്കാം. ഇനി അവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം കോസ്റ്റിൽ തന്നെ ഇറങ്ങാം. ഓക്കെ, ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ട താമസമുള്ള ട്രേഡേഴ്സ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. അത് ഇച്ചിരി അഗ്രസീവ് എൻട്രി ആയിപ്പോയി. ഞാൻ ഇനി അടുത്ത ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഈ ട്രേഡ് ഇപ്പോൾ ഒരു നോ ലോസ് ട്രേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ട്രേഡേഴ്സ് അടുത്തൊരു ട്രേഡിൽ എൻട്രി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫൈനൽ ട്രേഡ് ആയിരിക്കും. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും വേറൊന്നുമല്ല, നമ്മളുടെ എക്സാക്ട്ലി ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തത്. സെയിം നമ്മൾ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ഒരു ഈ ക്യാൻഡിലിനെ തന്നെ ലോയെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ടും വയ്ക്കാം. സോ രണ്ടാമത്തെ ട്രേഡ് കുറച്ച് അഗ്രസീവായി പോയി. ഞാൻ ആ ടൈം ശ്രദ്ധിച്ചില്ലായിരുന്നു. ക്യാൻഡിലിൻ്റെ ക്ലോസിന് അത്യാവശ്യം അപ്പോൾ അതിൽ നിന്നിരുന്നെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ക്യാൻഡിലിൻ്റെ ക്ലോസ് എപ്പോഴും വാച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ക്യാൻഡിലിൻ്റെ ക്ലോസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇപ്പം നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് അത്യാവശ്യം മൂവ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിലിപ്പം ഏകദേശം ഒരു 3000 ലോസ്, 4000+ ലോസ് ആയിരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം റിക്കവർ ചെയ്ത് നമ്മളുടെ ഫേവറായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. പക്ഷേ
ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇച്ചിരി വലുതായി പോകും. ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയുമ്പം 80 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ആകും. 461 നമുക്ക് എൻട്രി കിട്ടിയത്. തിരിച്ച് വരുവാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്ത് കൊടുക്കാം ആ ഒരു ഏരിയ വരുവാണെങ്കിൽ. ഇല്ലെങ്കിൽ ഇവിടെ നിന്നൊരു മൊമെൻറ്റം അപ്സൈഡ് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ഒരു നല്ലൊരു മൊമെൻറ്റം ആയിരിക്കണം മേളിലോട്ട് വരാൻ സാധ്യത. ഇനി അല്ല താഴത്തോട്ടാണ് വരുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 449 അല്ലല്ലോ 461 നമുക്ക് നമ്മുടെ കോസ്റ്റിൽ തന്നെ സ്റ്റോപ്പ് ലോസിനെ കൊണ്ട് വച്ചേക്കാം. വേറൊന്നുമല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് അവിടുന്ന് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു മേളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ഒരു ഫ്രഷ് എൻട്രിയും കൂടെ എടുക്കാം. ജസ്റ്റ് ഒരു എൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനൊരു കുറ്റം കണ്ടുപിടിക്കേണ്ട. കാരണം ഞാൻ നോക്കിയപ്പോഴത്തേക്കും കണ്ട 80 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ്. അപ്പം അത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് നമുക്കൊരു ബെയറബിളായിട്ട് ഒരു 78 പോയിൻറ്റ്സിൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് റിജക്റ്റ് ചെയ്ത് താഴത്തോട്ട് വരുവാണെങ്കിൽ ഇതിപ്പോൾ ഈ ഒരു ട്രേഡ് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഒരു ന്യൂ എൻട്രി എടുത്താൽ മതിയല്ലോ എന്നാണ്. കാരണം സ്റ്റോപ്പ് ലോസ് കൊടുക്കുമ്പോൾ എപ്പോഴും ചെറുത് കൊടുത്താലും നമ്മൾ ടാർഗറ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയ ടാർഗറ്റ് എടുത്ത് നമ്മുടെ ഓവറോൾ നമ്മൾ പ്രോഫിറ്റിൽ നിൽക്കും. ഇത് കണ്ട ഇവിടെ നിന്ന് നമ്മളുടെ 78 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം വരെ. അപ്പം മാർക്കറ്റ് അത്യാവശ്യം മൊമെൻറ്റം മേലിലേക്ക് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഇനി റിട്രേസ്മെൻറ്റിന് വേണ്ടി താഴത്തേക്ക് വരുവാണെങ്കിൽ ഞാൻ കോസ്റ്റിൽ വച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ. അങ്ങനെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് ഈ ഏരിയയിൽ എങ്ങനെ മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കിയിട്ട് നമുക്കൊരു ട്രേഡിൽ എൻട്രിയും കൂടെ എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരു 2000-ൻ്റെ ലോസാണ് റൺ ചെയ്യുന്നത്. അപ്പം ഓവറോൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2000 പോയിട്ട് 6000 4000 പ്ലസിൻ്റെ പ്രോഫിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തേക്കും. ഇച്ചിരിയും കൂടെ സ്റ്റോപ്പ് ലോസിനെ കയറ്റി വെച്ചേക്കാം. 475ഉം 476ഉം വയ്ക്കാം. റൈറ്റ്, ഓക്കെ. വച്ചപ്പോൾ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് ഒരു ട്രേഡും കൂടെ എടുക്കാം. ഇവിടെ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് നമുക്കൊരു ട്രേഡും കൂടെ എടുക്കാം. ജസ്റ്റ് ട്രേഡേഴ്സ് അടുത്തൊരു ട്രേഡിൽ സെയിം സ്ട്രൈക്ക് പ്രൈസിലാണ് ഞാൻ എൻട്രി എടുക്കുന്നത്. അതാണ് ആവറേജ് പ്രൈസിലുള്ള വ്യത്യാസം. ഇതിന് മുന്നേ ഇങ്ങനെ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോഴത്തേക്കും എന്താ കാരണം അത് ലെങ്തി വീഡിയോ ആവുന്നതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഒരു കൺവിക്ഷൻ മാർക്കറ്റ് മേളിലേക്ക് പോകുമെന്നാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എത്രത്തോളം എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് പോകാതിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ എക്സാക്ട്ലി ഞാൻ ട്രേഡ് എടുക്കാൻ കാരണം നമ്മളുടെ സെയിം ക്യാൻഡിൽ നമ്മളുടെ ഒരു ബെയറബിൾ സ്റ്റോപ്പ് ലോസ് വന്നു. 78 പോയിൻറ്റ്സിൻ്റെ ആണല്ലോ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത്. ആ ഒരു സ്റ്റോപ്പ് ലോസ് ഏരിയയിലേക്ക് വന്നപ്പോഴാണ് ഞാൻ വീണ്ടും ട്രേഡിൽ എൻട്രി എടുത്തത്. ഇപ്പം മാർക്കറ്റ് ഒരു 3000 പ്ലസിൻ്റെ ഒരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പം ഓവറോൾ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം വൈസ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ടാർഗറ്റ് ബുക്ക് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് എങ്ങനെ റൺ ചെയ്യുന്നു, ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ഫേവറായിട്ട് തന്നെ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു പ്രോഫിറ്റ് അച്ചീവബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് നമ്മളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിന്ന് ഇറങ്ങിയേക്കാം. ഇതിപ്പം രണ്ടാമത്തെ ട്രേഡ് എടുത്തത് അതിൻ്റെ ഒരു അശ്രദ്ധ എന്ന് പറയില്ലേ, കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ല ഞാൻ ആ ക്യാൻഡിലിൻ്റെ ക്ലോസ്. എന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മൾ ട്രേഡിൽ എടുത്താൽ പിന്നെ അവിടുന്ന് മാനുവലി എക്സിറ്റ് ചെയ്യുന്നത് ശരിയില്ല. അതാണ് ഞാൻ കോസ്റ്റിലേക്ക് കൊണ്ടുവച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിച്ചത്. ഇപ്പോൾ സെക്കൻഡ് ട്രേഡും ഞാൻ എടുത്തു കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഞാൻ രാവിലെ കുറച്ച് ബിസി ആയിരുന്നേ. അപ്പോൾ ആ തിരക്കുകൾക്കിടയിൽ ഓടിപ്പിടിച്ച് വന്നാണ് ഞാൻ പിന്നെ ട്രേഡിങ്ങിന് ഇരുന്നത്. അതിൻ്റെ ഒരു കുറച്ച് കാമാവണമായിരുന്നു. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ്. ചിലപ്പം ഇതിപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എക്സാക്ട്ലി നമ്മൾ 38 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എക്സാക്ട്ലി നമ്മളുടെ ക്യാൻഡിലിൻ്റെ 78 പോയിൻറ്റ്സിൻ്റെ ഒരു ക്യാൻഡിലിൻ്റെ ലോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് നമുക്ക് എൻട്രി കിട്ടിയത്. ഇതിപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. ഇത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഇപ്പോൾ ഏകദേശം നമ്മൾ ട്രേഡിൽ എൻട്രി എടുത്ത സെയിം പോർഷനിൽ തന്നെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് റിക്കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ഏരിയ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്ത്
നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയേക്കാം. ഇന്നിപ്പോൾ ഇതിപ്പോൾ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കുന്നു, പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ. കാരണം ഒരു 6000 പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്നും പറഞ്ഞാണ് ഫസ്റ്റ് ട്രേഡിൽ എൻട്രി എടുത്തത്. നമുക്ക് എഗനിസ്റ്റ് പോവുകയും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യേണ്ട ചെയ്ത്. കുഴപ്പമില്ല, ഇതിപ്പം കുറ്റം പറയരുത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് പറയുന്നത്. കാരണം ഇതിപ്പം നമ്മളുടെ ഓരോ വേ ഓഫ് തിങ്കിങ്ങും ഒരു വേ ഓഫ് തോട്ടും ചില തെറ്റുകളുമൊക്കെയാണ്. ഇതിപ്പോൾ എല്ലാവർക്കും വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അത്യാവശ്യം നമ്മളുടെ ലോസിനെ റിക്കവറി ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. 483 ആ ക്യാൻഡിൽ അത്യാവശ്യം നല്ലൊരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളുടെ ഒരു വലിയൊരു ഗ്രീഡ്നെസ് കാണിക്കില്ല. നമ്മളുടെ ഒരു ടാർഗറ്റ് ഏരിയ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു 700 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. കോസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓവറോൾ ഇന്നൊരു 700 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡിംഗ് ലോജിക്ക്. താങ്ക് യു.